സർ, ഇനിയുള്ള കുറച്ച് ചോദ്യങ്ങൾ പൊതുജനങ്ങളായിട്ടുള്ള നമ്മൾ പബ്ലിക് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ആദ്യമേ ഒരു വാഹനം വാങ്ങുമ്പോൾ എന്താണ് ഒരു പൊതുജനം ചെയ്യുന്നത്? പുതിയ വാഹനങ്ങളാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ച് നമുക്ക് ഏത് വണ്ടിയാണ് വേണ്ടത്, നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, നമുക്ക് വണ്ടിക്ക് എന്ത് മൈലേജ് വേണം, അതുപോലെ അതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ്, അതെല്ലാം ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ചോയ്സുകളാണ്. അപ്പോൾ അവരതനുസരിച്ച് വാങ്ങും. ഇനി സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുന്നവർ, പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്നുള്ളൊരു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അതിന് പറയുന്ന പേര് RMA എന്ന രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റ് എന്ന് പറയുന്നില്ല. ഇപ്പോൾ ഡൽഹി വണ്ടി ഒരുപാട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക്. കാരണം അവിടെ ഡൽഹിയിൽ ഡീസൽ വണ്ടികൾ ബാൻ ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഡീസൽ വണ്ടികൾ വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ആളുകൾ അവിടെ പോയി വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഈ വണ്ടികൾ ഇവിടെ വന്നുമ്പോൾ അവിടെ വാങ്ങാൻ ചെല്ലുമ്പോൾ തന്നെ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറായിരിക്കും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഷാസി നമ്പർ, അതിൻ്റെ വിൻ നമ്പർ എന്ന് പറയും, വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന്, അത് ഫിസിക്കലി ആ വാങ്ങുന്ന ആളൊന്ന് വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ മാൽപ്രാക്ടീസ് ചെയ്ത വാഹനങ്ങളൊക്കെ ചിലപ്പോൾ വാങ്ങിച്ച് കൊണ്ടിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തുള്ള അവസ്ഥയിലേക്ക് വരെ പലർക്കും പോകുന്നുണ്ട്. അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിൻ നമ്പറാണ്, വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്, അത് ഷാസി നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ എൻജിൻ നമ്പറും ഒന്ന് RCയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് ഫിസിക്കലി ഒന്ന് വെരിഫൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം, വണ്ടിയുടെ ടെക്നിക്കൽ കണ്ടീഷൻസ് എല്ലാം നമുക്ക് ഏതെങ്കിലും നമുക്കറിയാവുന്ന ആളാണ് നോക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെ വിളിച്ച് നോക്കി മനസ്സിലാക്കാം. അതിനുശേഷം വണ്ടി വാങ്ങുന്നതാണ് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. വാങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളുടെ പുതിയ ആളുടെ പേരിലേക്ക് മാറ്റാനുള്ള ശ്രമം കൂടി നമ്മൾ ചെയ്തിരിക്കണം. ഒരു MVD ഉദ്യോഗസ്ഥൻ വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ പബ്ലിക് എങ്ങനെയാണ് സഹകരിക്കേണ്ടത് സർ? ഞങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് വഴിയിൽ വാഹനങ്ങൾ തടയുമ്പോൾ, ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് വരുന്ന വണ്ടി തടഞ്ഞു എന്ന് വിചാരിക്കുക. ഏറ്റവും ആദ്യം വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് എടുത്ത് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു മാർഗ്ഗം. ഓഫീസേഴ്സിന് RC ഡീറ്റെയിൽസ് ഒന്നും കാണിക്കണ്ട, എല്ലാം മൊബൈലിൽ അവൈലബിൾ ആണ്. വണ്ടി നമ്പർ നേരിട്ട് കാണാം, അത് അടിച്ചു കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ RC ഡീറ്റെയിൽസ് എല്ലാം വരും, മൊബൈലിൽ തന്നെ വരും ഉദ്യോഗസ്ഥന്മാരുടെ. അതിന് ഈ ചെല്ലാൻ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഞങ്ങൾ വണ്ടിയുടെ ഇൻഷുറൻസ് ഉണ്ടോ, പൊല്യൂഷൻ ഉണ്ടോ, വണ്ടിക്ക് ടാക്സ് അടച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴയ ഒഫൻസുകൾ വണ്ടിക്ക് നിലവിൽ പെൻഡിങ് ഉണ്ടോ എന്ന് വരെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു രേഖയും കാണിക്കേണ്ട, അതെല്ലാം അവൈലബിൾ ആണ്. അതേസമയം ലൈസൻസ് ഓടിച്ചു വരുന്ന ആളുടെ ലൈസൻസാണ് മിക്കവാറും എല്ലാ ഓഫീസേഴ്സും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ലൈസൻസിൻ്റെ ഒരു കോപ്പി, ഒരു ഡിജിറ്റൽ ഫോം മതി. അത് ഫിസിക്കലായിട്ടുള്ള ഒറിജിനൽ വേണമെന്ന് എവിടെ പറയുന്നില്ല, ഞങ്ങൾ ചോദിക്കുന്നില്ല. അതേസമയം ഡിജിറ്റൽ ഫോം, അത് മൊബൈലിലാണെങ്കിലും ജസ്റ്റ് ഫോട്ടോ ആണെങ്കിലും മതി. ആ ലൈസൻസ് നമ്പർ, ഇനിയിപ്പോൾ ലൈസൻസ് കയ്യിലില്ലാത്ത ആൾ ലൈസൻസ് നമ്പർ ബൈഹാർട്ട് ചെയ്തിട്ട് പറഞ്ഞാലും മതി. അത് ഞങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് കംപ്ലീറ്റ് ഡാറ്റ അവൈലബിൾ ആണ്, ഫോട്ടോ അവൈലബിൾ ആണ്, അദ്ദേഹം തന്നെയാണോ ഈ വണ്ടി ഓടിച്ച് വരുന്നതെന്നുള്ള ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ടൊരു പബ്ലിക് വാഹന ചെക്കിങ്ങിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. തൻ്റെ ലൈസൻസ് കൈവശം ഉണ്ടോ, അതിൻ്റെ നമ്പറെങ്കിലും അറിയാമോ, അത് ഡിജിറ്റൽ ഫോമിലാണെങ്കിലും മതി എന്നുള്ളത് ചിന്തിച്ചിട്ട് വരിക. ബാക്കി ഒഫൻസുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഒരു കണക്ഷനില്ല, അത് വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ചലാനുകളായിട്ടാണ് വരുന്നത്. ഇനി സർ, മൂന്നാമത്തെ ചോദ്യം, ഒരു ട്രാഫിക് നിയമ ലംഘനം കണ്ടാൽ എന്താണ് നമ്മൾ പൊതുജനങ്ങൾ ചെയ്യേണ്ടത്? ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അത് ഫോട്ടോഗ്രാഫ്സോ വീഡിയോഗ്രാഫ്സോ ഒക്കെ എടുത്തിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ RTO ഓഫീസുകളിലേക്കോ അയക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ. അതിപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ MVD.Kerala എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഡയറക്ടറി എന്ന് പറയുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ഓഫീസുകളുടെയും മൊബൈൽ നമ്പറുകളും ഇമെയിൽ IDയും എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. അത് നോക്കി അവിടേക്ക് ഏത് സ്ഥലത്താണ് ഈ ഒഫൻസ് നടന്നിരിക്കുന്നത്, ഇതാണ് സിറ്റുവേഷൻ, അത് വേണമെങ്കിൽ നറേറ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിലും വേണമെങ്കിൽ പരാതിയായിട്ട് അയക്കാവുന്നതാണ്. അതല്ല ഓഫീസേഴ്സ് ഡയറക്റ്റ് തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓഫീസേഴ്സും അവിടെയും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഓർത്തിരിക്കാനായിട്ട് മൊബൈൽ നമ്പറുകളൊക്കെ എല്ലാം നമ്മുടെ രജിസ്ട്രേഷൻ കോഡുമായിട്ടും ഇമെയിലുകളാണെങ്കിലും എല്ലാം ഈ രജിസ്ട്രേഷൻ കോഡുമായിട്ടും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഉള്ളത്. ഇപ്പോൾ എറണാകുളത്തിൻ്റെ ഓഫീസിലെ ഇമെയിൽ ID എന്ന് പറയുന്നത് തന്നെ KL07, സ്മോൾ ലെറ്റേഴ്സാണ്, KL07.MVD@kerala.gov.in. ഇത് ഓൾ കേരള നമുക്കറിയണമെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ KL08 മാറ്റം, തിരുവനന്തപുരമാണെങ്കിൽ KL01, അത്രയേ ഉള്ളൂ മാറ്റം. മൊബൈൽ നമ്പറാണെങ്കിൽ 85476390, പിന്നെ വരുന്ന 2 ഡിജിറ്റ് രജിസ്ട്രേഷൻ കോഡായിരിക്കും. ഇത് എറണാകുളം 07, തിരുവനന്തപുരം 01 എന്ന് പറയുന്നില്ല, അതാണ് മൊബൈൽ നമ്പറുകൾ. ഓർത്തിരിക്കാനും ഈ പറയുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
പലപ്പോഴും ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാൻ ഹാൻഡ്ലിംഗ് ഒക്കെ നടക്കാറുണ്ട് അല്ലേ സാർ? പബ്ലിക് തന്നെ ഓഫൻസ് ഇത് റേഞ്ചിൽ വന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാരണം നമ്മൾ വഴിയിൽ ബഹളം ഉണ്ടാക്കാനുള്ളതല്ല, വഴി എപ്പോഴും ശാന്തമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാനുള്ളതും നടന്നു പോകാനും പെഡസ്ട്രിയൻസ് യൂസ് ചെയ്യേണ്ട എല്ലാവരും. ട്രാഫിക് എന്ന് പറയുന്ന ഒരു മിക്സഡ് ഫ്ലോ ആണ് കേരളത്തിലെ ട്രാഫിക് എന്ന് പറയുന്നത്. ഇവൻ ചിലപ്പോൾ ആനിമൽസ് ഉണ്ടാകാം അല്ലേ, റോഡിൽ ചിലപ്പോൾ കണ്ടെന്ന് വരാം, പിന്നെ ചെറിയ സൈക്കിൾ കാണാം, മോട്ടോർ സൈക്കിൾ കാണും, കാറുകൾ കാണാം, ലോറികൾ കാണാം, ബസ്സുകൾ കാണാം. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടാണ് വാഹനം ഓടിച്ച് റോഡിലൂടെ പോകേണ്ടത്. ഒരിക്കലും ഒരാൾ കുറ്റക്കാരനാണെന്നുള്ള രീതിയിലല്ല നമ്മളതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഒഫൻസുകൾ കാണുമ്പോൾ നമ്മൾ നേരിട്ടെടുക്കാൻ പോകാതെ ഡാഷ് ക്യാമറകൾ ഉപയോഗിക്കാം. ഇത് പല ഒഫൻസുകളും പല കേസുകൾ വരെ ഡാഷ് ക്യാമറയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ തെളിവുകൾ എടുക്കുന്നുണ്ട്. ആ തെളിവുകൾ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള എൻക്വയറിക്ക് യൂസ്ഫുള്ളാണത്. കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ ഒരാൾക്ക് അപകടം പറ്റി, ഒരു വലിയ വണ്ടി ചെറിയ വണ്ടിയെ അപകടം പറ്റിയ പൊതുവേ പബ്ലിക്കിൻ്റെ ധാരണ വലിയ വണ്ടിക്കാരനാണ് പ്രതിയാക്കുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ നിയമം പറയുന്നത് ആരാണോ തെറ്റുകാരൻ, അത് ഡാഷ് ക്യാമറ വഴി ചെറിയ വണ്ടി ഓടിച്ചു വന്ന ആളുടെയാണ് പ്യുവർലി മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ പേരിൽ കേസുകൾ പോലീസ് ഓഫീസേഴ്സ് എടുക്കാറുണ്ട്. അപ്പോൾ അത് ക്യാമറ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത്. അതിപ്പോൾ എവിടെയാണെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിലാണെങ്കിലും റിവേഴ്സ് ക്യാമറ ആണെങ്കിലും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അത് പലപ്പോഴും പല വണ്ടികളിലും ഉണ്ടത്. അത് എപ്പോഴും ഇങ്ങനെ എവിഡൻസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, നമുക്ക് സിറ്റുവേഷൻസ് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. സർ, റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ മറ്റൊരാൾ ഓപ്പോസിറ്റ് വന്നു, വളരെ ചെറിയൊരു സ്ക്രാച്ചേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ റോഡിൻ്റെ നടുക്ക് തന്നെ അങ്ങ് വണ്ടി നിർത്തി രണ്ടുപേരും കൂടെയുള്ള വാഗ്വാദം, പിന്നെ പ്രശ്നം, അപ്പോൾ ഒത്തിരി ട്രാഫിക് ജാം, ഹോങ്സ്. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ഒരു മിനിമം 2 സ്റ്റെപ്പ് എന്താണ്? അത് അവിടെ നിന്ന് തീർക്കേണ്ടതാണോ, അതോ വേറെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എടുത്താൽ മതി? ഒരു 2-3 സ്റ്റെപ്പ് എന്താണ് സർ? അതായത് ഒരു വണ്ടിയായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ വേറെ ആളുകൾക്ക് പരിക്കൊന്നുമില്ല, വണ്ടിക്ക് മാത്രമേ ഡാമേജ് ഉള്ളൂ എങ്കിൽ ആ സിറ്റുവേഷൻ ഒരു ഫോട്ടോഗ്രാഫ്സ് വീഡിയോഗ്രാഫ്സ് ഒക്കെ എടുത്തതിന് ശേഷം വണ്ടി സൈഡ് ഒതുക്കി മാറ്റിയിടുക. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റു വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാതെ നോക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റോഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനകത്ത് ഇത് വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ഒരു മൈനർ ആക്സിഡൻറ്റിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഒരു മേജർ ആക്സിഡൻറ്റ് ഫാറ്റൽ ആക്സിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. ഈ മെയിനായിട്ട് രണ്ട് ആളുകളും അപകടം പറ്റിയ 2 വണ്ടികളും തമ്മിൽ അവരുടെ ഡ്രൈവറുടെ ഡീറ്റെയിൽസ്, അത് വണ്ടി ഓടിച്ച ആളാരാണ്, അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, മൊബൈൽ നമ്പർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തിട്ട് പോകണമെന്നാണ് നിയമത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ അത് ശരിയൊരു സൗഹൃദപരമായ രീതിയിൽ ഒരു തെറ്റുപറ്റി, അതായത് മനഃപൂർവ്വമല്ല, അപകടം പറ്റിപ്പോയതാണ്, അല്ലാതെ മറ്റേ ആളുടെ ഭാഗത്താണ് തെറ്റെന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴാണ് ഈ വരുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതലും ഉണ്ടാവും. ഇനി സർ, നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. ഞാൻ കുറച്ച് വേർഡ്സ് ചോദിക്കുമ്പോൾ അത് സാറിൻ്റെ മനസ്സിൽ വരുന്ന ആദ്യമായി വരുന്ന ഒരു തോട്ടോ സെൻറ്റൻസോ എന്താണെങ്കിലും പറയാം. ഹെൽമെറ്റ് നമ്മളുടെ ജീവൻ രക്ഷാ ഉപാധിയാണെന്നാണ് ഞാൻ പറയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുചക്രവാഹനം ഓടിക്കുന്ന എല്ലാവരും, പുറകിലിരിക്കുന്ന ആളുകളാണെങ്കിലും വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാണ്. ഹെൽമെറ്റ് വയ്ക്കുക മാത്രമല്ല, ചിൻ സ്ട്രാപ്പും കൂടി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ചെക്കിങ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് പബ്ലിക് മനസ്സിലാക്കേണ്ടത്. ഈ റോഡിലെ ചെക്കിംഗ് എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്ന ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. റോഡ് സുരക്ഷ നടപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം തന്നെ. ക്യാമറ എപ്പോഴും നമ്മളെ കാണാനുള്ള, ഒരു ഒഫൻസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള, എവിടെയാണോ തെറ്റ് സംഭവിക്കുന്നത് അത് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. അപ്പോൾ ക്യാമറകൾ വളരെ സജീവമായിട്ട് ഇനിയും വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലൈസൻസ് നിർബന്ധമായിട്ടും എപ്പോഴും ഒന്ന് നോക്കി പോകേണ്ടത് വളരെ അത്യാവശ്യം. നമ്മൾ ഓടിക്കുന്ന ആൾ, പല വാഹനങ്ങളും ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈസൻസ്, അയ്യോ സാർ ലൈസൻസ് തീർന്നു പോയി, കാലാവധി കഴിഞ്ഞു പോയി, അറിഞ്ഞില്ല, നോക്കിയില്ല എന്ന് പറയുന്നൊരു സിസ്റ്റം വരെ കണ്ടിട്ടുണ്ട്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ലൈസൻസ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. ആക്സിഡൻറ്റ് ഒരിക്കലും ഉണ്ടാകാതെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹസാർഡ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഡ്രൈവർ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ, ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്നും കൂടി പറയുവാൻ. ഡിഫെൻസീവ് ഡ്രൈവിംഗ്, എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഞാൻ അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്തേ വണ്ടി ഓടിക്കോളൂ എന്ന് ചിന്തിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻറ്റ് കുറയ്ക്കാൻ സാധിക്കും.
ഫോണുകൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇന്നത്തെ കാലത്ത് ഫോണില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷേ വാഹനം ഓടിക്കുമ്പോൾ റോഡിലൂടെ നടക്കുമ്പോഴും കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. VIP വാഹനം, VIP വാഹനങ്ങൾ റോഡിലെ പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ VIP വാഹനങ്ങളെക്കാളും കൂടുതൽ പ്രയോറിറ്റി ഉള്ള വാഹനങ്ങളുണ്ട്. ഫയർഫോഴ്സിൻ്റെ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. ഈ പ്രയോറിറ്റി ലിസ്റ്റ് വളരെ വ്യക്തമായിട്ട് റോഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ റോഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് വായിച്ച് വേണം വാഹനം ഓടിക്കാനായിട്ട്. ഫൈൻ ശരിക്കും നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗവൺമെൻറ് റവന്യൂ ഉണ്ടാക്കുന്നതിലുപരി അതല്ല ലക്ഷ്യം ശരിക്കും ഉദ്ദേശിക്കുന്നത് തന്നെ. പബ്ലിക് ആരാണോ ഒഫൻസ് ചെയ്യുന്ന ആളെ ഒന്ന് കറക്റ്റ് ചെയ്യുക, കറക്റ്റീവ് മെഷറിന് വേണ്ടിയിട്ടാണ് ഈ ഫൈൻ കൊടുക്കുന്നത്. ഓവർടേക്കിംഗ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യാമുള്ളൂ. ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡിലൂടെ ഉള്ള ഓവർടേക്കിങ് പാടില്ല. റൈറ്റ് സൈഡ് തന്നെ ഓവർടേക്ക് ചെയ്ത് കയറി പോകണം. അത് നമ്മൾ സേഫ്റ്റി നോക്കി സേഫ് ഡിസ്റ്റൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഓടിച്ചു പോകുന്ന രീതിയിൽ ആണ് ഓവർടേക്ക് ചെയ്ത് പോകേണ്ടത്. ജീവിതം ഒരു ആസ്വദിക്കാനുള്ളതാണ്, അത് റോഡിൽ പൊലിയാനുള്ളതല്ല. അതുകൊണ്ട് റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. സർ, ഇനി ഒരു ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സുരക്ഷിതമായ ഒരു കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ പാലിക്കേണ്ട 3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സർ പ്രയോറിറ്റി വൈസ് എന്ത് പറയും? ഇത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഡ്രൈവിങ്ങിലുള്ള ശ്രദ്ധ. ആ ശ്രദ്ധയാണ് ഏറ്റവും പ്രാധാന്യം. അത് പ്രോപ്പറായിട്ട് റോഡ് ശ്രദ്ധിക്കുക, റോഡിലെ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഒരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് മെൻറ്റാലിറ്റിയിൽ വാഹനം ഓടിക്കുക, ഹസാർഡ് പെർസെപ്ഷൻ, പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഓടിക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ നല്ല രീതിയിൽ വാഹനം ഓടിച്ചു അപകടം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. സാറിൻ്റെ ക്ലാസ് ഒത്തിരി സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർ തിരിച്ചു വന്ന് ഇതൊരു ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനൊത്തു ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് എന്ന് പറഞ്ഞൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടി ഞങ്ങൾ വഴിയിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്നു, സാറിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനുണ്ട്, സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു എന്ന് നേരിട്ട് പറഞ്ഞ ഒരു അനുഭവം. അത് നേരിട്ട് കാണുമ്പോൾ മാത്രമല്ല ഫോണിലൂടെ ആണെങ്കിലും ആളുകൾ പറയുന്നുണ്ട്. ഞങ്ങൾ ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു ഫീഡ്ബാക്ക് എടുക്കും. ആ ഫീഡ്ബാക്കിൽ ഒരുവിധം ആളുകളല്ലേ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന എനിക്കൊരു അനുഭവം, മകള് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. 18-19 വയസ്സ്, ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നു. അമ്മ കൂടെ വന്നു. അമ്മ ക്ലാസ്സിൽ കയറി ഇരുന്നു. ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ അമ്മ ഒരു ഫീഡ്ബാക്ക് പറയുകയും ചെയ്തു. വളരെ നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്കാണ് തന്നത്. ഓക്കെ സാർ, അപ്പോൾ ഇത്രയും നിമിഷം നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചതിനും താങ്ക് യു. വി ഹാഡ് എ വെരി ഇൻഫോർമേറ്റീവ് സെഷൻ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.